തലയിൽ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ മുടിയൊക്കെ ആയിട്ട് നടക്കുന്നൊരു സംവിധായകനുണ്ട്. അടൂരിലാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ പ്രശസ്തനായിട്ടുള്ള സംവിധായകനാണ്. നിരവധി അവാർഡും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു കാലത്ത്. ഇപ്പോൾ കുറേ നാളായിട്ട് സിനിമയിൽ അത്ര വലിയ സംഭാവന കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പുരസ്കാരവും അവാർഡും ഒന്നും ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാവാം അദ്ദേഹം മറ്റ് സ്ഥാനലബ്ധിയൊക്കെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പ്രതികരിക്കത്തൊന്നുമില്ല. പ്രതികരിക്കുന്നതൊക്കെ അങ്ങ് വടക്കോട്ട് നോക്കിയായിരിക്കും പ്രതികരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. രാജ്യത്ത് ഭീതിയുടെ അന്തരീക്ഷം, അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഏത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവില്ല. ഇവിടെ ED കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കെജ്രിവാളിനെ പോലുള്ളവരെയൊക്കെ ഇപ്പോൾ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. ED എടുക്കുന്ന കേസുകളിൽ 96% അവർ കോടതിയിൽ വിജയിക്കുന്നുണ്ട്. അപ്പോൾ അവരെ തെറ്റ് പറയാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഈ രാജ്യത്തെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ രാജ്യത്ത് ഉൾപ്പെടുന്നത് തന്നെയല്ലേ രാജ്യത്തെ കോളേജുകളും എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു, സർവകലാശാലകൾ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പയ്യനെ, സിദ്ധാർത്ഥ എന്നൊരു പയ്യനെ SFIക്കാരൊക്കെ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയ സമയത്ത് ഇയാൾ വാ പൊളിച്ച് കമ എന്നൊരക്ഷരം പറയുകയുണ്ടായില്ല. ഇനി ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതാംശം കൂടി കലർത്തിയാണോ പറഞ്ഞതെന്നൊരു സംശയമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മഹാൻ കോട്ടയത്തുള്ള ഒരു സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്ട്, വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ്, അതാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അവിടുത്തെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശിങ്കിടിയും കൂടെ ഉണ്ടായിരുന്നു. ശങ്കർ മോഹൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും അതങ്ങ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടതുപക്ഷമാണ് ഇവരെ രണ്ടുപേരെ നിയമിച്ചത്. അവിടെ കൂടുതൽ പഠിക്കാനുള്ളവരും ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഉള്ളവരാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥികളൊക്കെ ഇവർക്ക് രണ്ടുപേർക്കെതിരെ സമരം തുടങ്ങി. എന്താ സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രസകരം. ഇടതുപക്ഷക്കാരൻ തന്നെ നിയമിച്ചിട്ടുള്ള രണ്ടുപേർ അവിടെ സമരം നടത്താനുള്ള കാരണം ജാതീയമായിട്ടുള്ള വിവേചനം കാണിക്കുന്നു എന്നാണ്. അവർ വെച്ചിരിക്കുന്ന ഈ ഫ്ലെക്സൊക്കെ വർഗീയതയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാര്യം അതങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് ഇവിടെയും അത് തന്നെ അങ്ങ് ചേർത്തു. അടൂർ ഗോപാലകൃഷ്ണൻ വർഗീയത കാണിച്ചു, അടൂർ ഗോപാലകൃഷ്ണൻ ജാതീയത കാണിക്കുന്നു, അടിമകളെ പോലെ കീഴ് ജീവനക്കാരോട് പെരുമാറുന്നു, ജോലിക്കാരോടൊക്കെ വളരെ മോശമായിട്ട്, അവിടുത്തെ CPM ജോലി ചെയ്യുന്നവരോടൊക്കെ വളരെ മോശമായ രീതിയിൽ പെരുമാറി എന്നാണ് അവരുടെ ആരോപണം. അവർ സമരത്തിലായിരുന്നു, ദിവസങ്ങളോളം സമരത്തിലായിരുന്നു. ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷത്തു നിന്ന് തന്നെയുള്ള സിനിമാക്കാരടക്കമുള്ളവർ ഇദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു. ഒടുവിൽ എന്തു പറ്റി? ഈ മഹാൻ അവിടുന്ന് രാജിവെക്കേണ്ടി വന്നു. പത്രക്കാരോട് എന്തൊക്കെയോ പറഞ്ഞു, രാജിവെച്ചു. അപ്പോൾ രാജിവെക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? ഒന്നുകിൽ ആ സമരക്കാർ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പുള്ളിക്ക് സമ്മതിക്കേണ്ടി വന്നു, അവിടുന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു. പറഞ്ഞൊരു കാരണം, ശങ്കർ മോഹനെ സമരക്കാർ അപമാനിച്ചു, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ്. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ പോലും, സ്വന്തം പ്രവൃത്തി മണ്ഡലത്തിൽ പോലും തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ഇദ്ദേഹത്തിനെതിരെ ആരോപിച്ചത് എന്താണ്? അദ്ദേഹം ജാതീയമായിട്ടുള്ള വിവേചനം കാണിച്ചു, തൊഴിലാളികളോട് അടിമപ്പണി ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ അടിമകളെ പോലെ പെരുമാറിക്കുന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. ആ ഒരു വ്യക്തിക്ക് ഇതേപോലെ ഒരു ഡയലോഗ് അടിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത പോലുമില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ആ ഡയലോഗ് പറഞ്ഞതെന്നറിയാം. അത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇയാളെ കൊണ്ട് കീ കൊടുത്ത് പറയിപ്പിച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞ് കുറച്ച് കൂട്ടരുണ്ട്. ഇവർ കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ എപ്പോഴെങ്കിലും ഇവരുടെ ഈ ഉള്ളിലുള്ള ഫ്രോഡ് വെളിയിലാവും. ആ സമയത്ത് തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് ചില ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ എക്കോസിസ്റ്റവും മറ്റുമൊക്കെ ഇവരെ കവർ ചെയ്ത് നിൽക്കുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ കുറച്ച് കാലമായിട്ട് ഈ മതിൽ അല്ലെങ്കിൽ ഈ പ്രതിരോധം സംഖ്യകളും മറ്റുമൊക്കെ തകർത്ത് കളഞ്ഞതാണ്. പിന്നെയും കുറേ ആളുകൾ ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവാർഡുകളൊന്നും കിട്ടുന്നില്ല, പുരസ്കാരങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം കേന്ദ്രത്തിൽ നിന്ന് പിന്നെ കിട്ടേണ്ടത് എന്താ? ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മേധാവിയായിട്ടിരിക്കണം, എന്നിട്ട് അവരുടെ ആ ഉള്ളിലുള്ള മേധാവിത്വ ത്വര താഴെയുള്ളവരോട് കാണിക്കണം, എന്നിട്ട് പിന്നീട് അത് പ്രശ്നമായി കഴിയുമ്പോൾ രാജിവെച്ച് പോകണം. എന്നിട്ട് മാറിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ലാതെ അനവസരത്തിൽ നിന്നിട്ട് ഡയലോഗ് അടിക്കുകയാണ്. ഡൽഹിയിലെ ആം ആദ്മിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിട്ടുള്ള കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടു എന്നതിൻ്റെ അർത്ഥം ജനങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കെജ്രിവാളിൻ്റെ മടിയിൽ കനമില്ലായിരുന്നെങ്കിൽ കെജ്രിവാൾ പോകേണ്ട ഒരു കാര്യമില്ല. 9 തവണ സവൻസ് കൊടുത്തിട്ടും പോകാത്തതുകൊണ്ടാണ് പിടിച്ചിട്ടത്. കാര്യം ഒരു രാജ്യമാകുമ്പോൾ അവിടെ ഒരു നിയമമുണ്ട്. ഇവിടെ നമുക്കറിയാം, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി
ഒരു ദിവസം മുഴുവൻ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി 8-9 മണിക്കൂർ അന്വേഷണ വിധേയമായിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം അരവിന്ദ് കെജ്രിവാളിന് പറ്റില്ല എന്നൊക്കെ പറയുന്നത് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഡയലോഗ് അടിച്ചുകൊണ്ട് വരുന്നവരുടെ ചരിത്രം എന്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടിസ്ഥാനപരമായി ഇത്തരം ഒരു ഡയലോഗ് അടിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് അടൂർ. കാരണം അയാൾ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിരുന്ന സമയത്ത് താഴെയുള്ളവരോട് ജാതീയത കാണിക്കുകയും അവിടെ അടിമകളെ പോലെ കരുതുകയും അങ്ങനെ പണിയെടുപ്പിക്കുകയും ചെയ്ത് അവിടുന്ന് ഒടുവിൽ രാജിവെച്ച് പുറത്തു പോകേണ്ട വ്യക്തിയാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്നത് മറന്നു പോകരുത്.